ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി കാണാം. ട്രസ്ലെച്ചസ് കേക്ക്. നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ആദ്യം നമ്മളൊന്ന് നന്നായി ഗ്രീസ് ചെയ്യണം. അതിന് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ 4 സൈഡ്സും എല്ലാം നല്ല രീതിയിലൊന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണം. അതിന് ഞാനൊരു അരിപ്പ യൂസ് ചെയ്ത് നന്നായി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു അരിപ്പയിലേക്കാണ് നമ്മൾ ഈ പൊടികൾ ഇടുന്നത്. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി മാറ്റി വെക്കുക. ഇനി 5 മുട്ട വേണം. ഈ 5 മുട്ട നമ്മൾ മഞ്ഞക്കരും വെള്ളക്കരും മാറ്റി 2 ബൗളിലോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ മഞ്ഞക്കരു എടുത്തിട്ട് അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര, സാധാരണ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഒരു ബീറ്റർ യൂസ് ചെയ്ത് ഹൈ സ്പീഡിൽ നമ്മളിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ശരിക്കും കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറ് മാറി ഒരു ലൈറ്റ് മഞ്ഞ കളറ് വരെ വരും. അതുവരെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതുകൂടാതെ നമ്മൾ ഈ ബീറ്റർ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസി, ആ ഒരു റിബൺ കൺസിസ്റ്റൻസി വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പാല്, ശരിക്കും പാല് ചൂട് വേണമെന്നില്ല, എങ്കിലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഒരുപാട് തണുപ്പ് പാടില്ല. ആ പാലും കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ഇതെല്ലാം നമ്മളൊരു സ്പാച്ചില യൂസ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് മിക്സ് ചെയ്താൽ നമ്മളിങ്ങനെ പതഞ്ഞിരിക്കുന്ന ആ മഞ്ഞക്കരുവിൻ്റെ ആ പത പോയി ഒരു വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മളിത് ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി വെള്ളക്കരു ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതിന് നമ്മളൊരു ക്ലീൻ ബീറ്ററാണ് കേട്ടോ എടുക്കുന്നത്, ഡ്രൈ ആയിട്ടുള്ളത്, ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ അതും ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ മൊത്തത്തിൽ കേക്കിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു. ഇതും കുറച്ചായിട്ടിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നല്ല പതഞ്ഞ് പൊന്തി വരണം. നല്ല വെള്ള കളറായിട്ട് നല്ല പതഞ്ഞ് പൊന്തി വരണം. നമ്മൾ ശരിക്കും ബീറ്റർ എടുക്കുമ്പോൾ ബീറ്ററിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ആ പൊടിയിലോട്ട് നമ്മുടെ മഞ്ഞക്കരുവിൻ്റെ മിക്സ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാനും പാടില്ല. പക്ഷെ മിക്സ് ചെയ്യുമ്പോൾ ഈ പൊടികളെല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്ന പോലെ ഒരുപാട് അങ്ങ് ഇളക്കാതെ ചെറിയ രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ഈ പൊടികളെല്ലാം നല്ല രീതിയിൽ കട്ട പിടിക്കാതെ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പതച്ച് വെച്ചേക്കുന്ന ആ വെള്ളക്കരുവിൻ്റെ മിക്സും കൂടെ ഒഴിക്കുക. നമ്മളിതും കുറച്ചായിട്ട് ഒഴിച്ച് ഫോൾഡ് ചെയ്ത് വേണം എടുക്കാൻ. ഇപ്പം എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടും. എന്നാൽ ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമ്മളിത് ബേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ട്രേയിലോട്ട് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് തിക്കാണ്, സാധാരണ കേക്കിനേക്കാളും കുറച്ചും കൂടെ തിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിക്കുമ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന പോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഒന്നിങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ടാണ് ഈ എയർ ബബിൾസ് കളയുന്നത്. ഞാനിത് ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് അങ്ങനെ ടാപ്പ് ചെയ്യാത്ത കേട്ടോ, അല്ലെങ്കിൽ 2-3 ടാപ്പ് ചെയ്താലും മതി, ആ എയർ ബബിൾസൊക്കെ പോയിക്കോളും. ഇനി നമ്മൾ ഞാൻ ഓൾറെഡി ഓവൻ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അതിലേക്ക് ഏകദേശം ഒരു 20 to 25 മിനിറ്റിൽ നമുക്ക് ഈ കേക്കാവും. എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ കുത്തി നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വരുന്നെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. ശരിക്കും ഇത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടൊരു കേക്കാണ് നമുക്കിതിൽ കിട്ടുക. ഇനി നമ്മൾ ആ കേക്ക് നല്ലോണം ചൂടാറണം, അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു. ശരിക്കും വിപ്പിംഗ് ക്രീം വേണമെന്ന് തന്നെ ഇല്ല, റിയൽ ക്രീം ആയാലും മതി, ഫ്രഷ് ക്രീം ആയാലും മതി. നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ആഡ് ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 1/2 കപ്പ്
നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവോപ്പറേറ്റഡ് മിൽക്കാണ് വേണ്ടത്. ഇവോപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പാല് കുറുക്കിയെടുത്ത പാലാണ്. ഞാൻ ഏകദേശം 350 ml ഇവോപ്പറേറ്റഡ് മിൽക്കും കൂടിയാണ് ആഡ് ചെയ്തത്. ഞാനിവിടെ ടിൻ ഇവോപ്പറേറ്റഡ് മിൽക്ക് ഇങ്ങനെ മേടിച്ചതാട്ടോ. അതും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഈ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ക്രീമും കൂടി ഉണ്ടാക്കണം. അതിന് നമ്മൾ ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം വേണേ. അപ്പോൾ ഞാൻ എപ്പോഴും വിപ്പിംഗ് ക്രീമാക്കുന്ന സമയത്ത് ഞാൻ അടിയിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെക്കും. അപ്പോൾ പെട്ടെന്ന് അത് ക്രീമായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് അടിയിൽ വെക്കുന്നത്. ഇനി നമ്മൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ശരിക്കും നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. ശരിക്കും നമ്മൾ ഈ കണ്ടൻസ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് കേക്കിന് നല്ല മധുരമായിരിക്കും. അപ്പോൾ ഈ ക്രീമിന് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്കിലോട്ട് ശരിക്കും ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഹോൾസ് ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ ഈ പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ കൂടെ ഉള്ള ആ മിക്സ് നമ്മൾ ഈ കേക്കിലോട്ട് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഈ പാലിൻ്റെ മിക്സ് നല്ല തിക്കാണ്, കണ്ടൻസ്ഡ് മിൽക്കും ഇവോപ്പറേറ്റഡ് മിൽക്കും ഒക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ അടിഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഹോൾസ് എല്ലായിടത്തും ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമ്മൾ ഈ മിക്സ് എല്ലാം കൂടെ ഈ കേക്കിൻ്റെ പൊക്കത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് മിക്സാന്ന് തോന്നും, ഒരിക്കലും ഇല്ല കേട്ടോ. കേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കുവേ. ശരിക്കും നല്ല ജ്യൂസി ആയൊരു കേക്കാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിക്സ് എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ കേക്ക് ഈ മിക്സ് എല്ലാം ഒബ്സോർവ് ആവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ക്രീം ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുത്തു. ശരിക്കും പൈപ്പിംഗ് ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആ സ്പാച്ചിൽ യൂസ് ചെയ്തതിന് അതിൻ്റെ പൊക്കത്തോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ഒരു ഡിസൈനായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഒരു ഡിസൈനായിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് മൊത്തം ഈ ക്രീമും ഡിസൈൻ ചെയ്ത് വെച്ചു. ശരിക്കും ഈ ക്രീം ഒരു അത്യാവശ്യം നല്ല തിക്ക് ഒരു ഇതായിട്ടാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഈ ക്രീമിൻ്റെ ടേസ്റ്റും ഈ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം കൂടി വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ്. ശരിക്കും ഈ ക്രീമിന് വലിയ മധുരമില്ല, പക്ഷേ കേക്കിന് അത്യാവശ്യം നല്ല മധുരമാണ്. ഈ കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ ആ മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തേക്കുന്നുണ്ട്. ഈ കേക്ക് തന്നെ കഴിക്കുമ്പോഴും വലിയൊരു മധുരമില്ല. നമ്മൾ ആ 1 കപ്പ് പഞ്ചസാരയല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ആ പാലിൻ്റെ ആ മിക്സിനാണ് ഈ മധുരം. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ശരിക്കും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി എന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു റെസിപ്പിയായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.